ഈ ഇപ്പം നമ്മൾ പറയും ആസ്പിരേഷണൽ കേരളം, അതായത് അഭിലാഷമുള്ള ആഗ്രഹമുള്ള ചെറുപ്പക്കാരുടെ കേരളമാണ്. അപ്പൊ പുതിയ കേരളത്തിന്റെ നിർമ്മിതിക്ക് പിണറായി സർക്കാർ തന്നെ തുടരണോ, അതോ കുറച്ചുകൂടി ഇപ്പൊ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയോ ഒക്കെ വരുന്നതാണോ നല്ലത്? ഒരു ചാൻസ് എടുക്കാൻ ഉള്ള ഇതില്ല നമുക്ക്. റിസ്ക് എടുക്കാൻ പറ്റില്ല. റിസ്ക് എടുക്കാൻ പറ്റില്ല, ഒട്ടും പറ്റില്ല അല്ലേ? കേരളം ഒരു നിർണായക ഘട്ടത്തിലാണ്. റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നോട്ട് ദ പോയിന്റ്, ദാറ്റ്സ് ഇമ്പോർട്ടന്റ്. അപ്പൊ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടാണോ LDF തുടരണോ? എന്താ അങ്ങനെ പറയാനായിട്ട്? അല്ല, ഒരുപാട് ജനക്ഷേമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വലിയ പ്രോജക്റ്റുകൾ വന്നില്ലേ? ഇവര് അത് കണ്ടിന്യൂ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അത് കൊണ്ടിന്യൂ പോകുന്നുണ്ട്. ഇനിയും പ്രതീക്ഷയുണ്ട്. ഈ 2 തവണയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു അഹങ്കാരം വരും. പ്രത്യേകിച്ച് സച്ചിദാനന്ദൻ പോലെയുള്ള കവികളൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാര് കുറച്ച് പ്രതിപക്ഷത്തും കൂടി ഇരിക്കുമ്പോഴാണ് അവർ കരുത്തരാകുന്നത്. അഹങ്കാരം വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഹങ്കാരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അത് ദാറ്റ്സ് ഡിഫറെന്റ്, സബ്ജക്റ്റീവ് ആണ്. പക്ഷെ അങ്ങനെ തോന്നില്ല, ആറ്റിറ്റ്യൂഡിൽ അങ്ങനെ ഒന്നും തോന്നില്ല. അതൊരു പ്രധാന പോയിന്റ് ആണ്. എന്താണ് അപ്പോ? തീർച്ചയായിട്ടും തുടരും ആണ്. മറ്റാരുണ്ട് LDF അല്ലാതെ?